മീര, എൻ്റെ പ്രിയ കൂട്ടുകാരി. നിന്നോടെന്താ ആ മാഗി ടീച്ചർക്ക് എത്ര വിരോധം? കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഞാൻ മുഖമുയർത്തി നോക്കിയപ്പോൾ പരിഭവവും ദേഷ്യവും കലർന്ന മുഖഭാവവുമായി നിൽക്കുന്നു മീരയും ക്ലാസ്സിലെ മറ്റു കുട്ടികളും. വരിക്ക് നിർത്തി അടികിട്ടുന്ന കൂട്ടത്തിൽ ഇവരും ഉണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അവൾ എൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, ആ ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോൾ നീ എന്തിനാ എങ്ങനെ പേടിക്കുന്നത്? അതെ, അവർക്കറിയാം ഞാൻ പഠിക്കാഞ്ഞിട്ടല്ല അടി കിട്ടുന്നത് എന്ന്. അന്നൊക്കെ ക്ലാസ്സിൽ എല്ലാറ്റിനും ചാടി എണീറ്റ് ഉത്തരം പറയുമായിരുന്നു ഞാൻ. ക്ലാസ്സിൽ ആകെ 3 പേരെയാണ് ഇംഗ്ലീഷ് വായിച്ചു കൊടുക്കുവാൻ നിയോഗിച്ചിട്ടുള്ളത്. അത് ഞാനും ആയിഷയും പ്രിയയുമായിരുന്നു. ജെയ്സൺ സാർ എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചാടി എണീറ്റ് ഉത്തരം പറയുമായിരുന്നു ഞാൻ. അന്ന് 5ാം ക്ലാസ്സിലെ ടീച്ചേഴ്സിനും കുട്ടികൾക്കും എല്ലാം ഞാൻ റാഗി ടോൺ ആയിരുന്നു. ഹിന്ദി ടീച്ചർ 4ഉം 5ഉം ട്രിപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ച് ഒരു അടിയെങ്കിലും തന്നിട്ടേ അടങ്ങൂ എന്ന വാശിയിൽ നിന്നും ഞാൻ രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ഈ ടീച്ചർ ചോദിച്ചാൽ മാത്രം പഠിച്ചതൊന്നും ഓർമ്മയെ വരില്ല, എല്ലാം ശൂന്യമാകും. ടീച്ചർ ചോദ്യം ചോദിച്ച ആദ്യ ദിവസം ഒരു വാക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് മുന്നിൽ കൊണ്ട് നിർത്തി 2 അടി വെച്ച് തന്നു. എൻ്റെ കൈ ഓർമ്മയിൽ കിട്ടുന്ന ആദ്യത്തെ അടി. കൈയൊക്കെ നീലിച്ച് തള്ളവിരൽ വന്ന് വീർത്തു. ആ ടീച്ചർ ഉത്തരം പറയാത്തവർക്കെല്ലാം 5 അടി അല്ലെങ്കിൽ 10 അടി, അതായിരുന്നു കണക്ക്. കുട്ടികൾക്കെല്ലാം 2-3 ദിവസത്തേക്ക് കൈ നല്ല വേദനയാവും. മാഗി ടീച്ചർ മാലയും വളയും കമ്മലും ഒന്നും ഇടാത്ത ടീച്ചർ. എല്ലാവരും നല്ല അടിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും പിന്നീട് കുട്ടികളോട് നല്ല സ്നേഹമാകും. പക്ഷേ ഈ ടീച്ചർ എപ്പോഴും നെഗറ്റീവാണ് പറയുക. ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് ഒരു കവിത ക്ലാസ് എടുക്കുമ്പോൾ കണ്ണനെ പറ്റി കുറേ കെട്ടുകഥകൾ പറഞ്ഞു തന്നത് ഇന്നും ഓർക്കുന്നു. അതിനുശേഷം എനിക്ക് ആ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒന്നും മിണ്ടാൻ കഴിയില്ല. പക്ഷെ ടീച്ചർക്ക് അറിയാം എനിക്ക് ഉത്തരം അറിയാം, പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ. എന്നാലും ടീച്ചർ അടിക്കും. ആ സമയത്തൊക്കെ എന്നെ ആശ്വസിപ്പിച്ചിരുന്നത് മീരയാണ്. നവോദയ സ്കൂളിലേക്ക് സെലക്ഷൻ കിട്ടി പോകാനിരുന്ന പ്രിയ ദാമോദരൻ കൽക്കണ്ടമാണെന്ന് കരുതി എൻ്റെ ബോക്സിൽ നിന്നും കുപ്പിച്ചിലെടുത്ത് വിഴുങ്ങി. ഞാനും ഏട്ടനും കൂടി സ്കൂളിലേക്ക് വരുന്ന വഴി മുമ്പെങ്ങോ ഒരു ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് കിടന്നിരുന്ന പൊട്ടിയ ഗ്ലാസുകൾ പെറുക്കി ബോക്സിൽ ശേഖരിക്കുകയായിരുന്നു. അമ്മയുടെ വീട്ടിലെ 3ാം തട്ടിന് മുകളിലുള്ള പഴയ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന പൊടി പിടിച്ച പെട്ടിയിൽ നിന്നും കിട്ടിയ ഒരു കുഞ്ഞു ചില്ലുകുപ്പി എടുത്ത് സൂക്ഷിച്ചിരുന്നു ഞാൻ. അതിൽ ഇട്ടുവെക്കാം എന്ന് കരുതിയാണ് ഗ്ലാസുകൾ പെറുക്കിയത്. പക്ഷേ അത് ഇങ്ങനെ ഒരു ആപത്താവും എന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. സ്കൂളിലെ അധ്യാപകർ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി. ടീച്ചർമാരും കുട്ടികളും അയൽക്കാരും എല്ലാം എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും എൻ്റെ ഉള്ളിൽ എൻ്റെ പ്രിയ കൂട്ടുകാരിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന ഭയമായിരുന്നു. എൻ്റെ കുഞ്ഞു മനസ്സ് അന്ന് ഒരുപാട് പിടഞ്ഞു. പക്ഷേ ആ സംഭവം എന്നെ മാനസികമായി വല്ലാതെ തളർത്തി. എൻ്റെ സ്വഭാവത്തെ അത് വല്ലാതെ സ്വാധീനിച്ചു. ഞാൻ ഒറ്റപ്പെട്ടു പോയ പോലെയും എല്ലാറ്റിൽ നിന്നും ഉൾവലിഞ്ഞു പോയതുപോലെയുമായി പിന്നീടുള്ള ഞാൻ. ആ ദുർഘട നിമിഷങ്ങളിലെല്ലാം എനിക്ക് താങ്ങായി നിന്നത് മീരയായിരുന്നു. അങ്ങനെയാണ് മീര എൻ്റെ പ്രിയ കൂട്ടുകാരിയായി മാറുന്നത്. എന്നാൽ പ്രിയയോട് ഞാൻ ഇന്നും ആ റിലേഷൻ നിലനിർത്തി കൊണ്ടുപോരുന്നു. അവൾ നവോദയയിൽ നിന്നും വന്നാൽ അവളെ കാണാൻ പോകാറുണ്ട്. അവളും ചില അവധി ദിവസങ്ങളിൽ അവളും അനിയത്തിയും കൂടി എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഇന്നും ഞങ്ങൾ മെസ്സേജ് അയക്കാറും വിളിക്കാറുമുണ്ട്. എന്നോട് മാത്രമല്ല, എൻ്റെ വീട്ടുകാരും ബന്ധുക്കളുമായി മീരയും ബന്ധുക്കളും നല്ല കൂട്ടായി. ഇടയ്ക്ക് അവൾ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വരും. അമ്മയ്ക്കും അച്ഛനും അവൾ ഏറെ പ്രിയപ്പെട്ടവളായി. ഒരു ദിവസം അവളുടെ പാപ്പൻ്റെ മകൾ പ്രീതിയുമായി അവൾ വീട്ടിൽ നിൽക്കാൻ വന്നു. പ്രീതിയും ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെയായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി കുറേ നേരം കളിച്ചതും പുഴയിൽ പോയി എരുന്ത് വാരിയതും അച്ഛൻ ഞങ്ങളെ ഓരോരുത്തരെയും നീന്താൻ പഠിപ്പിച്ചതും എല്ലാം ബാല്യകാലത്തിലേക്ക് തിരിച്ചു പോകാൻ കൊതിപ്പിക്കുന്ന സുഖമുള്ള ഓർമ്മയായി മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അന്നത്തെ പുഴ അത് ഇപ്പോഴും ഒരു നോവിൻ്റെ ഓർമ്മയായി മാറി. എന്ത് വിശാലമായിരുന്നു അന്നത്തെ പുഴ. 2 ഭാഗങ്ങളായിട്ടായിരുന്നു. ആദ്യത്തെ ഭാഗത്ത് ആഴം കുറവായിരുന്നു. അത് കഴിഞ്ഞ്
രണ്ടാമത്തെ കരയിലൂടെ അത് കഴിഞ്ഞ് കുറച്ച് കരയിലൂടെ നടന്നാൽ അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. അവിടെ ആഴം കൂടുതലാണ്. ചെറുപ്പത്തിൽ ഞങ്ങൾ നീന്തിയിരുന്നതും കളിച്ചിരുന്നതും എല്ലാം ആദ്യ ഭാഗത്താണ്. വലുതായപ്പോൾ എല്ലാവരും കൂടി രണ്ടാമത്തെ ഭാഗത്തായി നീന്തൽ. ഒരിക്കൽ കുറേ അക്കരയ്ക്ക് നീന്തിയ ശേഷം ആഴമറിയാൻ നിന്നു നോക്കിയപ്പോൾ നിലയില്ലാ കയത്തിലേക്ക് പോയ പോലെ നിയന്ത്രണം വിട്ടുപോയതും അവസാനം എങ്ങനെയൊക്കെയോ നീന്തി നീന്തി ക്ഷീണിച്ചു കുഴഞ്ഞ് കരയ്ക്കെത്തിയതും ഓർക്കുമ്പോൾ അന്നത്തെ ആ ഭയം അതേപോലെ ഇന്നും മനസ്സിലേക്ക് വന്നു. ഇന്ന് കർമ്മ റോഡ് വന്ന് പുഴയുടെ ഘടനയൊക്കെ മാറി. പിറ്റേ ദിവസം എന്നെയും കൂട്ടി ചെല്ലണം എന്ന കരാറിലാണ് അവളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നത്. അങ്ങനെ ഞാൻ മീരയുടെ വീട്ടിലേക്ക്. രണ്ടു ഭാഗവും പാടവും പാടത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന പറങ്കിമാവും മറ്റു മരങ്ങളും ഉള്ള ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മറപ്പടിയിൽ അവളുടെ അച്ചമ്മയും ഉമ്മറത്തെ കട്ടിലിൽ അവളുടെ അച്ചച്ചനും ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ എന്നെ സ്നേഹത്തോടെ സ്വീകരിച്ച് കുശലാന്വേഷണങ്ങൾ നടത്തി. ഞങ്ങളുടെ സംഭാഷണം കേട്ട് ഉമ്മറത്തേക്ക് ഓടി വന്ന മീരയുടെ അമ്മ എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. സ്നേഹവും ആദിയും കലർന്നൊരു പ്രത്യേക രീതിയിലായിരുന്നു അമ്മയുടെ സംസാരം. ചായയും പലഹാരവും തന്നതിന് ശേഷം കളിക്കാൻ പോയിക്കോളാൻ അനുവാദം തന്നു. ഡ്രസ് മാറ്റി കുറച്ചു നേരം അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോയി. പിന്നീട് വീട്ടിൽ വന്ന് അവൾ അലുമിനിയ ബക്കറ്റ് എടുത്ത് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, വാ നമുക്ക് വടക്കേതിൽ പോയി മാങ്ങ പെറുക്കിയിട്ട് വരാം. അവളുടെ വീടിൻ്റെ തൊട്ടടുത്ത് നിറയെ മാവുകളും പലതരത്തിലുള്ള മരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പഴയ തറവാടോടു കൂടിയ ആളൊഴിഞ്ഞ പറമ്പ്. ഉച്ചനേരമായിട്ടും ആ പറമ്പിൽ ഇരുട്ട് നിഴലിച്ചിരുന്നു. മാങ്ങകൾ പെറുക്കി ബക്കറ്റിലിടുന്നതിനിടയിൽ തല ഉയർത്തി നോക്കിയപ്പോൾ ആ അടഞ്ഞു കിടക്കുന്ന വീടിൻ്റെ ഉമ്മറത്ത് വെളുത്തു മെലിഞ്ഞൊരു പെൺകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഞാൻ മീരയെ വിളിച്ച് തെല്ല് പരിഭ്രാന്തിയോടെ ആ രംഗം കാണിച്ചു കൊടുത്തു. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് മുത്തേച്ചിയാടി, മീരയുടെ സ്വന്തം ചേച്ചി. അവർ 2 പെൺകുട്ടികളാണ്. മുത്തച്ഛി പഠിക്കാൻ മിടുക്കിയായിരുന്നു. പൊതുവെ ഏകാന്തതയെ പ്രണയിച്ചിരുന്ന എനിക്ക് ഇടതൂർന്ന മരങ്ങളുള്ള ആ പറമ്പും വീടും നന്നേ ഇഷ്ടപ്പെട്ടു. അവിടെ സ്വസ്ഥമായി ഇരിക്കാനും പഠിക്കാനും ഭാഗ്യം ലഭിച്ച മുത്തേച്ചിയോട് തെല്ല അസൂയയും തോന്നി. സന്ധ്യാനേരത്ത് പുഴയുടെ അടുത്തുള്ള എൻ്റെ വീടിൻ്റെ ഉമ്മറത്തിണ്ണയിലിരുന്നാൽ ശ്മശാനവും പുഴയും കടന്നുള്ള അക്കരയിൽ സൂര്യാസ്തമയം കാണാം. സൂര്യാസ്തമയ സമയത്ത് ആകാശം നോക്കിയിരിക്കൽ എൻ്റെ ഇഷ്ടപ്പെട്ട വിനോദമായിരുന്നു. സന്ധ്യാസമയം അങ്ങനെ മേഘങ്ങളെ പല പല രൂപങ്ങളാക്കി ചിത്രീകരിച്ച് ഞാൻ തന്നെ പുതിയ പുതിയ കഥകൾ മെനഞ്ഞെടുക്കുമായിരുന്നു. മാങ്ങ പെറുക്കി കിണറ്റിൻ്റെ കൊട്ടത്തളത്തിൽ വെച്ച് ഞങ്ങൾ വീണ്ടും കളിക്കാൻ പോയി. വൈകുന്നേരം മീരയുടെ അമ്മ പലതരത്തിലുള്ള മാങ്ങകൾ പൂണ്ട് ഞങ്ങൾക്ക് തന്നു. നല്ല രസം. അമ്മയുടെ തറവാട്ടിൽ ചെറുപ്പം തൊട്ട് നിന്ന എനിക്ക് മാങ്ങയ്ക്ക് ക്ഷാമമൊന്നുമില്ലെങ്കിലും അവിടെ ഇല്ലാത്ത വ്യത്യസ്ത തരം മാങ്ങകൾ ഇതിലുണ്ടായിരുന്നു. രാത്രി അടുത്ത വീട്ടിലേക്ക് TV കാണാൻ പോയി. ഭക്ഷണം കഴിച്ച് ഒന്ന് മയങ്ങിയപ്പോൾ മീര തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛൻ വന്നു, എണീക്ക്. പോയി നോക്കിയപ്പോൾ പാതിരാത്രിക്ക് കയ്യിലൊരു പൊതിയുമായി നിറഞ്ഞ ചിരിയോടെ അച്ഛൻ നിൽക്കുന്നു. പക്ഷേ ഇതുവരെ കഴിക്കാത്ത രുചിയായിരുന്നു അതിന്. നട്ട്സും പല കളറുകളുമൊക്കെ ആയിട്ടുള്ള ഐസ്ക്രീം ഞാൻ കൊതിയോടെ തുടച്ചു കഴിച്ചു. മീരയുടെ വീട്ടിൽ പോയാൽ ഞങ്ങൾ സൈക്കിൾ വാടകയ്ക്കെടുത്ത് ചവിട്ടൽ പതിവായിരുന്നു. ഒരിക്കൽ എൻ്റെ പിറന്നാളിൻ്റെ തലേ ദിവസം തന്നെ മീരയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിറന്നാൾ ദിവസം അതിരാവിലെ അവളുടെ അച്ഛൻ ജോലി കഴിഞ്ഞ് കോഴിക്കോട് നിന്നും വരുന്ന വഴി എനിക്കുള്ളൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങി തന്നതും നന്ദിയോടെ ഓർക്കുന്നു. ചെറുപ്പം മുതൽ അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരിയായിരുന്ന എന്നെ എല്ലാവരും അവരുടെ ആവലാതികൾ പറയാനും ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനുമാണ് തിരഞ്ഞെടുക്കാറ്. പക്ഷേ അത് ഒരു അംഗീകാരമായി ഞാൻ എന്നും കണക്കാക്കുന്നു. ഒരാളുടെ മനസ്സിലെ വിഷമങ്ങളെല്ലാം കേട്ട് ആശ്വസിപ്പിക്കുന്നത് വഴി അവരുടെ മനസ്സിലെ ഭാരവും സങ്കടവും കുറയ്ക്കാൻ കഴിയുന്നത് അത്ര ചെറിയ കാര്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എന്നെ വിഷമത്തിലാക്കിയിട്ടുള്ളത് നിരന്തരം അവരുടെ വിഷമങ്ങൾ പറയുമ്പോഴും എപ്പോഴെങ്കിലും എൻ്റെ ചെറിയ വിഷമങ്ങൾ പറയുമ്പോൾ അത് ക്ഷമയോടെ കേട്ടിരിക്കാൻ തയ്യാറുള്ള കൂട്ടുകാർ വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. ഞാനും മീരയും ചെറുപ്പം തൊട്ട്, അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്ന് മുതൽ ഇപ്പോഴും ആ സുഹൃത്ത് ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്നു.
2 ദിവസം എൻ്റെ കോളോ മെസ്സേജോ കണ്ടില്ലെങ്കിൽ എന്താടി ഒരു വിവരവും ഇല്ലല്ലോ, നീ ബിസിയാണെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം, എനിക്ക് ടെൻഷനായിട്ട് വിളിച്ചതാ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ച് വിളിക്കും. എനിക്കും എത്ര തിരക്കുണ്ടെങ്കിലും അവളെ വിളിച്ചില്ലല്ലോ, ഇന്ന് മെസ്സേജ് അയച്ചില്ലല്ലോ, വീട്ടിലെത്തിയാൽ മെസ്സേജ് അയക്കണം എന്ന ചിന്തകൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. തിരിച്ചൊരു ആശ്വാസവാക്ക് പോലും പ്രതീക്ഷിക്കാതെ യാതൊരു സ്വാർത്ഥമോഹവുമില്ലാതെ ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്നവരിൽ കുഞ്ഞുനാൾ മുതലുള്ള എൻ്റെ മുതൽക്കൂട്ടാണ് മീര. അന്നും ഇന്നും എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവൾ ഏറെ പ്രിയപ്പെട്ടവളാണ്. ഇപ്പോഴും എൻ്റെ വീട്ടിൽ പോയി അച്ഛനെയും അമ്മയെയും കാണാനും അവരോട് ഒന്നിച്ചിരിക്കാനും അവൾ സമയം കണ്ടെത്താറുണ്ട്. മീരയുടെ അടുത്ത് അവളുടെ അമ്മ നിൽക്കാൻ വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ചയിൽ ഒരു ദിവസം എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി അമ്മയെ കാണാൻ പോകണം. എത്ര സമയക്കുറവുകൾക്കിടയിലും നമുക്ക് ഒന്നിച്ചിരിക്കാൻ കഴിയുന്ന നിമിഷങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയ കൂട്ടുകാരി മീരയ്ക്ക് നിൻ്റെ സ്വന്തം രാഖി.